ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. അടിമാലി കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാവന കൃഷിക്കൂട്ടത്തിന്റെ സെക്രട്ടറി ശ്രീമതി വത്സ ജോയി, പ്രസിഡന്റ് ശ്രീമതി നിർമ്മല സാബു എന്നിവർ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അടിമാലി കൃഷിഭവന് കീഴിൽ വനിതകളായ കുറെ കർഷകർ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘമാണ് ഭാവന കൃഷിക്കൂട്ടം അടിമാലി. ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അവരുടെ കാർഷിക അനുഭവങ്ങൾ, കാർഷിക പ്രവർത്തനങ്ങൾ അവർ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. പേര് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വത്സ ജോയി, ഭാവന സംഘത്തിന്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് നിർമ്മല സാബു, ഭാവന സംഘത്തിന്റെ പ്രസിഡന്റാണ്. നിങ്ങൾ ഭാവന കൃഷിക്കൂട്ടം എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രസിഡന്റ് പറയും. തൊഴിലുറപ്പുമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങിയത്. അപ്പോൾ ഈ തൊഴിലുറപ്പുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ഇത് വന്നതുകൊണ്ട് കൃഷിയിലൂടെ നമുക്ക് വരുമാനം കണ്ടെത്താമെന്നൊരു ആശയം ഞങ്ങളിൽ വന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം 3-4 പേര് കൂടി ആലോചിച്ചു നമുക്ക് എന്ത് കൃഷി ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ സ്ത്രീകളാണല്ലോ, ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു രീതി കപ്പ കൃഷി ചെയ്ത് നമുക്ക് ആദ്യം നോക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആദ്യം കപ്പ കൃഷിയിലേക്ക് നീങ്ങിയത്. കപ്പ കൃഷി ആദ്യം ചെയ്തു കഴിഞ്ഞ് ഞങ്ങളുടെ വാർഡ് മെമ്പർ ഞങ്ങളെ കൂടുതൽ സഹായിച്ചു. മെമ്പർ പറഞ്ഞു കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോ, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് മെമ്പർ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൃഷി ഓഫീസർ ഞങ്ങളുടെ കൃഷി വന്ന് കാണുകയും ഞങ്ങളുടെ കൃഷി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് നല്ല രീതിയിൽ ചെയ്യുന്നതാണെന്ന് കൃഷി ഓഫീസർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കൃഷി ഓഫീസിൽ വന്ന് നിങ്ങളുടെ സംഘം രജിസ്റ്റർ ചെയ്യണം, അപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം. തരിശു നിലം കൃഷി ചെയ്യുന്നതിനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ വർഷം ഞങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ആ കൃഷി മെച്ചപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കൂടുതൽ സ്ഥലം എടുത്താണ് ഇപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം കപ്പ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കൃഷി ഓഫീസർ വന്ന് പറഞ്ഞ് അങ്ങനെയാണ് സംഘം രജിസ്റ്റർ ചെയ്തത്. സംഘം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എത്ര പേര് ചേർന്നിട്ടാണ് ഈ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ 11 പേര് കൂടിയാണ് സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പം എല്ലാ വനിതകൾ തന്നെ? 2-3 പേര് പുരുഷന്മാരുണ്ട്. അപ്പോൾ പുരുഷന്മാർക്കും ഈ സംഘത്തിൽ പ്രവർത്തിക്കാം അല്ലേ? വേണമെന്ന് പറഞ്ഞതുകൊണ്ട് 3-4 പുരുഷന്മാരെയും കൂടെ ചേർത്താണ് ഞങ്ങൾ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എത്ര നാളുകളായി ഈ സംഘം രജിസ്റ്റർ ചെയ്തിട്ട് ഈ കൃഷികൾ തുടർന്ന് വരുന്നത്? 2 വർഷം. ഈ കപ്പ കൃഷി മാത്രമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾക്ക് കപ്പ കൃഷി മാത്രമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് നെൽകൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ 5 ഏക്കർ സ്ഥലം ഞങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെവിടെയാണ്? അത് കൊരങ്ങാട്ടിയിലാണ്. കൊരങ്ങാട്ടി പാടശേഖരത്തിൽ 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ഞങ്ങൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ കൃഷി ചെയ്യാനാണോ എപ്പോഴും ചെയ്യാനാണോ? ഉടനെ കൃഷി ചെയ്യാൻ, ഈ ആദ്യ വിള തന്നെ കൃഷി ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാസം തന്നെ അതിന്റെ പണികൾ ഞങ്ങൾ ആരംഭിക്കും. ഈ കപ്പ കൃഷി കുറെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നല്ലോ. അപ്പോൾ ആദ്യം എത്ര ഏക്കർ സ്ഥലത്താണ് കപ്പ കൃഷി ചെയ്തത്? 2.5 ഏക്കർ സ്ഥലത്ത് 1300 മൂട് കപ്പയാണ് ഞങ്ങൾ ആദ്യം ഇട്ടത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് 1,20,000 രൂപ വിറ്റുവരവ് ഉണ്ടായി. ആ പൈസ മുടക്കിയാണ് ഞങ്ങളിപ്പോൾ ഈ 2ാം വർഷം കൃഷി ഇറക്കിയിരിക്കുന്നത്. ആദ്യം നിങ്ങൾ 1200 മൂട് കപ്പ കൃഷി ചെയ്തെന്ന് പറഞ്ഞല്ലോ. അത് പാട്ടത്തിനെടുത്തപ്പോൾ എന്ത് വ്യവസ്ഥയിലാണ് എടുത്തത്? അതിന് പണികളൊക്കെ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? അത്തരം കാര്യങ്ങൾ വത്സചേച്ചി പറയും. ഞങ്ങൾ 1/3 വീതം കൊടുക്കാമെന്ന രീതിയിലായിരുന്നു പാട്ടത്തിനെടുത്ത്. ഞങ്ങൾക്ക് പണി ഒത്തിരിയായി വന്നപ്പോഴത്തേക്ക് അവർ ഞങ്ങൾക്ക് പാട്ടം ഇളവ് ചെയ്തു തന്നു. ഒത്തിരി പൈസയായി. തരിശുനിലമായിരുന്നു, അത് കൃഷി യോഗ്യമാക്കിയപ്പോൾ തന്നെ ഒത്തിരി പൈസ നഷ്ടം വന്നു. അപ്പോൾ അന്നേരം നമ്മുടെ പറമ്പുടമസ്ഥൻ പറഞ്ഞു നിങ്ങൾ പാട്ടം ഒന്നും തരണ്ട, എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ള ഈ വ്യവസ്ഥയിൽ ഞങ്ങൾ ആ വർഷം കൃഷി ചെയ്തു. ഇപ്പോൾ 2ാമത്തെ വർഷം അവർക്ക് 1/3 പാട്ടം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആദ്യം ഇങ്ങനെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലത്താണല്ലോ കപ്പ കൃഷി ചെയ്തത്. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കപ്പ ഇത് കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടി വന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്? ഞങ്ങളത് വലിയ കാടായിരുന്നു, വലിയ മരങ്ങളും ഒക്കെ നിന്നാണ് അതെല്ലാം വെട്ടി ഒരുക്കി കത്തിച്ച് കളഞ്ഞ് പിന്നെ അതിന് ഉടലെടുത്ത്
കപ്പത്തണ്ട് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു. അന്നേരം അന്ന് ഞങ്ങൾക്ക് കപ്പത്തണ്ട് മേടിക്കണമെങ്കിൽ തന്നെ 1800 രൂപ അവിടെ ഉടമസ്ഥന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കപ്പത്തണ്ട് മേടിച്ചത്. അന്ന് തണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അന്വേഷിച്ച് നടന്ന് അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ അത് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് 2200 രൂപ കപ്പത്തണ്ടിന് മാത്രം അങ്ങ് മാറിപ്പോയി. എന്നാലും ഞങ്ങൾ ഉപേക്ഷിച്ചില്ല. ഞങ്ങളത് നന്നായിട്ട് നട്ട് പരിപാലിച്ച് വളമെല്ലാം ചെയ്ത് നല്ല രീതി. പിന്നെ ഞങ്ങൾക്ക് വിലക്കുറവ് വന്നു. ഞങ്ങളുടെ അടുത്ത് നിന്ന് 19 രൂപയ്ക്കാണ് കപ്പ കൊണ്ടുപോയത്. ഒത്തിരി അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം വന്നു. ആദ്യം നമ്മൾ ഇത് കാടൊക്കെ വെട്ടിത്തെളിച്ചു. പിന്നീട് ഈ കപ്പ കൂമ്പലെടുക്കാനൊക്കെ ആയിട്ട് എങ്ങനെ നമ്മൾ തന്നെ ചെയ്തോ അതോ വേറെ ആളുകളെ കുലുക്കി കൂട്ടി ചെയ്യുകയാണോ ചെയ്തത്? ഞങ്ങളും ചെയ്തു, ആളെയും കൂട്ടി. ഞങ്ങൾക്ക് തന്നെ ഉടലെടുക്കാൻ ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ആളെ കൂട്ടി ചെയ്യിച്ചു. 5 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തത് അല്ലേ? 2.5 ഏക്കർ. ആദ്യത്തെ 2.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു. ഇപ്പോൾ 5-6 ഏക്കർ ഇപ്പോൾ 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. അപ്പൊ ഈ 2.5 ഏക്കർ സ്ഥലത്ത് എത്ര കപ്പക്കൊമ്പിൽ 1200 കപ്പക്കൊമ്പിൽ എടുക്കാൻ സാധിച്ചു? 1300. അപ്പോൾ അത്രയും എടുത്ത് പിന്നീട് അതിന്റെ എങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ പിന്നീട് അത് പരിപാലനങ്ങളുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് കളയെടുക്കണം, മറ്റ് പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം. ഞങ്ങൾ 3 മാസം ആയപ്പോഴത്തേക്കും അതിന്റെ കാടെല്ലാം ചെത്തി വളമിട്ട് മണ്ണ് വെട്ടിയിട്ട് മൂടി. പിന്നെ 6 മാസം ആയപ്പോഴത്തേക്കും ഒരു വെള്ളം കൂടി ഇട്ട് മണ്ണ് കൂടി. പിന്നെ ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഒന്നും കൂടി ഇട്ടു, മണ്ണൊക്കെ വെട്ടിയിട്ട് മൂടി. അപ്പോൾ 3 തവണ ഇതിന്റെ ചുവട്ടിലെ കള നീക്കം ചെയ്യുകയും വളപ്രയോഗം നടത്തുകയും പിന്നീട് അതിന് മുകളിൽ മണ്ണിട്ട് മൂടുകയും ചെയ്തു അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് എത്ര മാസം ആയപ്പോഴത്തേക്ക് ഇത് നട്ടതിന് ശേഷം നമുക്ക് വിളവെടുക്കാൻ സാധിച്ചു? 11 മാസത്തെയും തൊട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. ഞങ്ങൾക്ക് ആരെയും കിട്ടിയില്ല കപ്പ എടുക്കാനുള്ളവരെ. ഞങ്ങൾ നടന്നു കിടന്ന മടുത്ത് എടുക്കാം 22 രൂപയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞവർ ഞങ്ങൾ എടുക്കാതെ പോയി. പിന്നെ ഒരു കൂട്ടർ വന്നു 19 രൂപയ്ക്കെന്ന് പറഞ്ഞു. 13 മാസം ആയപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ 19-ന് സമ്മതിച്ചു അത് കൊടുത്തു. അപ്പോൾ അതായത് നമ്മൾ ഈ കപ്പ കൃഷി ചെയ്താലും ഇത് ഒന്നിച്ചെടുക്കാൻ ആരെങ്കിലും വിപണനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനായിട്ട് ഒന്നിച്ച് വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും ആളുകളെ കിട്ടുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ് അല്ലേ? അത് നമുക്ക് തന്നെ ഇത് പറിച്ച് വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഞങ്ങൾക്ക് ഈ വിപണനം നടത്താനുള്ള സാഹചര്യം നിലവിലില്ല. കച്ചവടക്കാർ നമ്മളെ കപ്പയ്ക്ക് വേണ്ടി വില പേശുവാണ്. നമ്മൾ ഉദ്ദേശിച്ച കർഷകർക്ക് ഉദ്ദേശിച്ച വില കിട്ടുന്നില്ല. ഒരു ചൂട് കപ്പയിൽ നിന്ന് ഏകദേശം എത്ര കിലോ വരെയുള്ള കപ്പ കിട്ടിയിട്ടുണ്ട്? 15 കിലോ ഉള്ളവരെ കിട്ടിയിട്ടുണ്ട്. ഏതിനം കപ്പയായിരുന്നു കൃഷി ചെയ്തത്? കുമാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ തണ്ടാണ്. അത് ചുവന്ന തണ്ടുള്ള കപ്പയാണോ വെളുത്ത? ചുവന്ന തണ്ടുള്ള കപ്പയാണല്ലേ? അപ്പോൾ അതിനാകുമ്പോൾ കയ്പും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല കപ്പയായിരുന്നു. നല്ല പുട്ട് പോലെ വേകുന്ന നല്ലൊരു കപ്പയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മേടിച്ചുകൊണ്ട് അവര് ഇനി നിങ്ങൾ കൃഷി ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇത് നല്ല കപ്പയാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. നെടുങ്കണ്ടത്തുള്ളവരായിരുന്നു കൊണ്ടുപോയി. കപ്പയുടെ വിപണനത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടു. അതുകൊണ്ട് തന്നെ അത് കുറഞ്ഞ വിലയിൽ വിൽക്കേണ്ടി വന്നു. അതാണ് ഒരു പ്രധാന തടസ്സം ഉണ്ടായതല്ലേ? പിന്നെ നമ്മൾ കപ്പ പറിച്ചു കഴിയുമ്പോഴാണെങ്കിലും ഇതിന്റെ വേസ്റ്റ് വരുന്ന തണ്ടുകൾ അതുപോലെ മറ്റ് പല വേസ്റ്റുകളായിട്ടുള്ളതൊക്കെ വരുമല്ലോ. അതൊക്കെ എങ്ങനെയാണ് പിന്നെ അടുത്ത തവണത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുകയും ഒക്കെ ചെയ്ത അതൊക്കെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തത്? അതിൽ ഞങ്ങൾ വെട്ടിക്കൂട്ടി ഒതുക്കി കത്തിക്കുക ചെയ്തത്. അത് ഇവർ പറിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ ഇതെല്ലാം ചെയ്തു. ഞങ്ങൾ അപ്പം തന്നെ അടുത്ത കപ്പ ഇടാനുള്ളത് കൊണ്ട് നമ്മളതെല്ലാം അപ്പം തന്നെ പരിപാലിച്ച് സ്ഥലം ക്ലിയർ ആക്കി. കപ്പ വാങ്ങിച്ചവര് ഒറ്റയടിക്ക് ഇത് പറിച്ചു തീർത്തോ, അല്ലെങ്കിൽ അവർ എത്ര നാളെടുത്തു ഇത് പറിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്? ഒരു 4 ആഴ്ച, 1 മാസത്തോളം എടുത്തു. അവർ കുറച്ച് കൊണ്ടുപോയുള്ളൂ. അവിടെ നിന്ന് ഒരു വണ്ടി കപ്പ കൊണ്ടുപോയാൽ അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത് വന്നു വരുന്നത്. അങ്ങനെ 1 മാസത്തോളം നിന്നു. അപ്പോൾ ഇത് ഇവർ പറിച്ച് തൂക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൈസ തരുമായിരുന്നു? എങ്ങനെയായിരുന്നു? പൈസ റെഡിയായിരുന്നു. തൂക്കുമ്പോൾ തന്നെ നമുക്ക് അളവനുസരിച്ച് പൈസ തരുന്നുണ്ടായിരുന്നു. പിന്നീട് ഇനിയപ്പോൾ അടുത്ത കൃഷി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കുറെ പണികൾ കുറവ് വന്നു. അതുകൊണ്ടല്ലേ? കുറവ് വന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടതുകൊണ്ട് 2ാമത്തെ ഘട്ടം ഞങ്ങൾ കപ്പ ഇടാൻ സമയമായപ്പോഴത്തേനും ഞങ്ങൾക്ക് പണി കുറച്ച് കുറവ് വന്നു. ഏത് സമയത്താണ് 2ാമത്തെ കൃഷി ഇറക്കിയത്? ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ കൃഷി ഇറക്കി. അതും പറിച്ചോ? അത് പറിക്കാറാവണം. അടുത്ത മാസം പറിക്കാറാവും. ഇപ്പൊ ഞങ്ങൾ 2ാമത് കൃഷി ചെയ്തിരിക്കുന്ന കപ്പ അടുത്ത മാസം പറിക്കാറാവും. അത് നല്ല വിളവാണോ? നോക്കിയോ എന്തെങ്കിലുമൊക്കെ? വേനലായതുകൊണ്ട് ചെറുത മോശം വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കാടൊക്കെ പറിച്ച് വളമൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. പറിക്കാറാകുമ്പോഴത്തേനും നല്ലതായി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിപ്പോ എത്ര ഏക്കറാണ് കൃഷി ചെയ്തിരിക്കുന്നത്? അതിപ്പോ മൊത്തം 5.5 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ മൊത്തം കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് തന്നെയാണോ ഈ 5.5 ഏക്കറും? 2ആയിട്ടാണ് കിടക്കുന്നത്. 2 മലയിലായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 2 ആളുകളുടെ ആണോ? ഒരു ഉടമസ്ഥന്റെ പറമ്പ്. അത് 2 ഭാഗത്താണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനിപ്പം ഈ തവണ പാട്ടം കൊടുക്കണം. ഇത്തവണ 1/3 അവർക്ക് കൊടുക്കണം. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट
संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കപ്പ ഇടാനായിട്ട് കൂമ്പലെടുക്കലൊക്കെ ചെയ്തതൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ ആളെ കൂട്ടിയാണ് ചെയ്തത്. തന്നെ ഞങ്ങൾ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ആളെ കൂട്ടിയാണ് പണി ചെയ്യിച്ചത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ തന്നെ ചെയ്തത് കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കൃഷി ചെയ്യാൻ നേരത്ത് മെഷീനും കൊണ്ട് ചെയ്താൽ എത്രത്തോളം ലാഭകരമാകുമെന്ന് അറിയാൻ വേണ്ടി ഒരു മലയിൽ ഞങ്ങൾ JCB കൊണ്ട് പണിതു. JCB കൊണ്ട് പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് 40,000 രൂപയായി JCB കൊണ്ട് പണിതപ്പോ. അതെങ്ങനെയാണ് JCB കൊണ്ട് പണിയുമ്പോൾ ഈ കപ്പ കൂമ്പലായിട്ട് എടുക്കാൻ സാധിക്കും? നിലം നന്നായിട്ട് ഒരുക്കി കൂമ്പലെടുത്ത് നമുക്ക് തരുമായിരുന്നു. അപ്പൊ അത് ലാഭകരമാണെന്ന് ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നല്ലതായിരിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ആളെ കൂട്ടി ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ മെച്ചമെന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നി. അപ്പൊ ഏതാണ്ട് പകുതി സ്ഥലം JCB ഉപയോഗിച്ച് പണിതുകൊണ്ട് ആ രീതിയിൽ കുറച്ച് പണം കൂടുതലായി അല്ലേ? JCB കൊണ്ട് പണിതത് കൊണ്ട് ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും പൈസ ഞങ്ങൾക്ക് കൂടുതലായി. മണ്ണിന് കുറെ കൂടെ ഇളക്കം കിട്ടിക്കാണും. മണ്ണിന് കുറെ കൂടി ഇളക്കം കിട്ടി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇളക്കുന്നതിനേക്കാളും ഇച്ചിരിയോടെ എളുപ്പം കിട്ടി JCB കൊണ്ട് പണിതപ്പൻ. അതിപ്പോ വിളവോട് പായി വരുന്നു അല്ലേ? കപ്പ ഇപ്പൊ ഇട്ടപ്പോഴുള്ളതിന്റെയും പണി രീതികൾ മുമ്പ് ചെയ്തതുപോലെ തന്നെയാണോ? ആദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇത്തവണ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? വെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കപ്പയ്ക്ക് ഒരു പ്രാവശ്യത്തെ വളമിടാൻ സാധിച്ചില്ല. അതിന്റെ ഭാഗമായിട്ട് കപ്പ അല്പം മോശമായിട്ടാണ് നിൽക്കുന്നത്. രണ്ടാമത് ഇപ്പൊ ഞങ്ങൾ വളം ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നല്ലതായിട്ട് വരുമെന്ന് ഓർക്കൊണ്ടിരിക്കുന്നത്. ഇതായതുകൊണ്ട് കുറേയേറെ കപ്പ ഞങ്ങളുടെ ഉണങ്ങിപ്പോയി. ഉണക്ക് പറ്റി കുറേയേറെ കപ്പയ്ക്ക്. ഇപ്പൊ മഴ പെയ്തപ്പോ ചെറുതായി പൊടിച്ചു കയറി വരുന്ന ഒരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് വിളവ് കുറയും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്നാലും ഏകദേശം എത്ര രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര രൂപ വില ഒരു കിലോ കപ്പയ്ക്ക് കിട്ടിയാൽ നമുക്കിതിപ്പം ആദായകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് കണക്കൂട്ടല്? ഇപ്പൊ നിലവില് കടകളിൽ 35 രൂപ 40 രൂപ വിലക്കാണ് കപ്പ അവരെടുക്കുന്നത്. പക്ഷെ കർഷകരുടെ അടുത്ത് മേടിക്കാൻ വരുമ്പോ ഈ 40 രൂപ നമുക്ക് തരുന്നില്ല. അപ്പൊ അതിലും താത്തി 22 രൂപ 20 രൂപ ആ ഒരു റേറ്റിലാണ് കർഷകരുടെ അടുത്ത് മേടിക്കാനായിട്ട് വരുന്നത്. ഞങ്ങളെ പോലെയുള്ള സ്ത്രീകള് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഉൽപ്പന്നത്തിന് വില കിട്ടാതെ വരുമ്പോൾ പിന്നീട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് ഒരു മനസ്സ് വരാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് വിപണനത്തിന് വേണ്ടിയിട്ട് വേറെ മാർഗങ്ങൾ ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയല്ലേ? ഇപ്പൊ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടോ? ഞങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഹോർട്ടികോർപ്പിന്റെ കീഴിൽ കപ്പ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 300 കിലോ കപ്പ ഞങ്ങൾ കൊടുത്തു. അപ്പൊ അതിന് ഞങ്ങൾക്ക് അന്ന് ആ 300 കിലോയ്ക്ക് 30 രൂപ വെച്ച് വില തന്നു. അപ്പൊ അത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ഇച്ചിരി മെച്ചമായിട്ട് വന്നത്. അങ്ങനെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് കപ്പ എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ലാഭകരമായിരിക്കും. നിങ്ങൾ എത്ര ഏക്കർ കൃഷി ചെയ്താലും ആ കപ്പ അടുത്ത വർഷം ഞങ്ങൾ എടുത്തോളാന്ന് ഞങ്ങളോട് ഒരു വാക്കാല പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ആവും എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കപ്പ പറിക്കാറാവുമ്പോഴത്തേനും ചോദിക്കാമെന്ന് കരുതിയിരിക്കുന്നു. ഇപ്പൊ ഈ 5.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തപ്പോ ഏകദേശം എത്ര മൂട് കപ്പ ഉണ്ടാവും? 6500-7000 മൂടിന്റെ അടുത്ത് കപ്പ. കളയെടുക്കുക, അതുപോലെ വളം ഇടുക, ഇതിനൊക്കെ കുറെ ചെലവ് വരുമല്ലോ. ഏകദേശം നിങ്ങൾക്ക് എത്ര രൂപ മുടക്ക് വരും? ഞങ്ങളിപ്പോ ഈ മഴക്കാലം ആരംഭിച്ചപ്പോ ഇപ്പം അവസാന ഘട്ടത്തിലെ വളം ഒരു സെക്ഷനിലെ 2.5 ഏക്കറിൽ ഇട്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 30,000 രൂപയുടെ അടുത്തായി. വളവും പണിക്കൂലിയും കൂടി ആയപ്പോഴത്തേക്കും 30,000 രൂപയുടെ അടുത്തായി. അപ്പോൾ എന്തായാലും നല്ല അധ്വാനമുള്ള ജോലി തന്നെയാണ് അല്ലേ? എലി അതുപോലെ മറ്റേ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. കുരങ്ങ ശല്യമുണ്ട്, എലിശല്യമുണ്ട്, പിന്നെ പന്നിശല്യം ഏരിയയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കപ്പയിലേക്ക് പന്നിയുടെ ശല്യം വന്നിട്ടില്ല. കുരങ്ങ ശല്യമൊക്കെ കുറെ വന്നു. കുറെ എല്ലാവരും ഓടിച്ചൊക്കെ ഇതായിട്ട് ഒഴിവായി പോയി. ഈ പന്നി ശല്യം അതുപോലെ എലിശല്യമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാറുള്ളത്? എലിശല്യത്തിന് ഞങ്ങള് എലിവിഷം മേടിച്ചു വെച്ചായിരുന്നു. പിന്നെ പന്നിശല്യത്തിന് ഞങ്ങൾ വേലി കിട്ടിയായിരുന്നു. കുരങ്ങിനെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓടിക്കാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഈ കപ്പയ്ക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കപ്പ ഞങ്ങളുടെ സമയം കഴിഞ്ഞത് പോകൊണ്ട് കപ്പ ചീഞ്ഞു പോയായിരുന്നു. ഒത്തിരി കപ്പ നഷ്ടം വന്നായിരുന്നു, വെന്തുപോയി. അങ്ങനെ ഒരു പ്രശ്നം വന്നുള്ളൂ. അല്ലാതെ വേറെ കുഴപ്പം കപ്പയ്ക്ക് ഉണ്ടായിരുന്നില്ല. നല്ല കപ്പയായിരുന്നു.
ഇത്തവണ ആ ഇനം കപ്പ തന്നെയല്ലേ നട്ടിരിക്കുന്നത്? അതെ അതെ. അപ്പൊ ഇത്തവണ തണ്ട് വാങ്ങിക്കാനൊന്നും പൈസ വേറെ മുടക്കേണ്ടി വന്നില്ല. നമുക്കിപ്പോൾ പഴയ തണ്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഒന്നും മുടക്കേണ്ടി വന്നില്ല. ഇനിയിപ്പം നെൽകൃഷി ചെയ്യാൻ ആരംഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് മുൻപ് നെൽകൃഷി ചെയ്ത് പരിചയം വല്ലതുണ്ടോ? എങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. കൊരങ്ങാട്ടി തന്നെ നേരത്തെ പാട്ടത്തിനെടുത്ത് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു 5-6 വർഷം മുമ്പ്. അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ അറിയാം. പിന്നെ കൊരങ്ങാട്ടിലെ കർഷകരെ ഞങ്ങളെ സഹായിക്കും. അവർ കൃഷി രീതികളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അവരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തിരുന്നു. കൊരങ്ങാട്ടിയിൽ എത്ര തവണ കൃഷി ചെയ്യാൻ സാധിക്കും? ഒരു കൃഷിയാണോ 2 കൃഷിയാണോ? ഇപ്പം നിലവിൽ കൊരങ്ങാട്ടിൽ ഒരു കൃഷിയാണ് ചെയ്യുന്നത്. നേരത്തെ കൃഷി തുടങ്ങുവാണെങ്കിൽ 2 കൃഷി ചെയ്യാമെന്നാണ് കൊരങ്ങാട്ടി പറഞ്ഞത്. പക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. വേനൽക്കാലം ആകുമ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? വേനൽക്കാലത്ത് വെള്ളം കുറവായതുകൊണ്ട് ഒരു കൃഷിയേ പറ്റുള്ളൂ. ഇനി വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ സംഘം ചെയ്യുന്നത്? പിന്നെ പച്ചക്കറി കൃഷി ഞങ്ങൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അതും വേനലൊരു നഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടം വന്ന് പൈസ അങ്ങനെ പോയി. ഈ കപ്പയുടെ ഇടയ്ക്ക് ഇടവിളയായിട്ട് തന്നെ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാവുന്നതല്ലേ? അതെ, കൃഷി ചെയ്യാം. ഞങ്ങൾ മുതിര ഇട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അന്ന് ഞങ്ങൾ പറിക്കാറായപ്പോഴത്തേക്കും മഴയൊക്കെ വന്നത് അങ്ങ് നന്നായി കിട്ടിയില്ല. ഇടവേളയായിട്ട് ഞങ്ങൾ വെന്തിക്കൃഷി ചെയ്തു നോക്കി. പട്ടിശല്യം കാരണം ഞങ്ങളുടെ 4000 രൂപയുടെ വെന്തിത്തൈ മേടിച്ച് ഞങ്ങൾ നട്ടതാണ്. പക്ഷെ പട്ടിശല്യം കാരണം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അതിൽ നിന്ന്. ഞങ്ങളുടെ പൈസ നഷ്ടമായതല്ലാതെ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പൂ പോലും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ കൃഷിയിൽ നിന്ന് പുറകോട്ട് മാറി. പച്ചക്കറി കൃഷി ഞങ്ങൾ ചെയ്തു നോക്കി. തക്കാളി, വഴുതന, പയറ്, പാവല്, അങ്ങനെ ഇടവിളകൾ പോലെ ഞങ്ങളത് ചെയ്തു നോക്കി. പക്ഷെ പട്ടിശല്യം കാരണം നമുക്ക് അതിൽ നിന്നൊന്നും മെച്ചപ്പെട്ട് കിട്ടിയില്ല. ഞങ്ങളുടെ വീടുകൾക്ക് ആവശ്യമുള്ള പച്ചക്കറി മാത്രം കിട്ടി, പുറമെ നമുക്ക് വിൽക്കാനൊന്നും കിട്ടിയില്ല. ഈ 11 പേരാണല്ലോ ഈ സംഘത്തിലുള്ളത്. അപ്പൊ ഇവരെല്ലാവരും ഈ കൃഷികൾ എല്ലാം ചെയ്യാൻ സഹകരിക്കുമോ? എല്ലാവരും സഹകരിക്കുന്നില്ല. 4 പേരാണ് ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്നത്. മറ്റവരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ സാമ്പത്തികമായിട്ടുള്ള മുടക്ക് സഹായിക്കും. മറ്റു കാര്യങ്ങളെല്ലാം അവർ സഹായിക്കും. കൃഷിയായിട്ട് ഞങ്ങൾ 4 പേരാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ലാഭമൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഒന്നിച്ചാണോ വീതം വെച്ചെടുക്കുന്നത്? അതെ, തുല്യമായിട്ടാണ് വീതിക്കുന്നത്. മുമ്പോട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്? പൂക്കൃഷി തുടങ്ങണമെന്ന് ഇങ്ങനെയുണ്ട്, ആഗ്രഹമുണ്ട്. പൂക്കൃഷി നടത്തിയാൽ മെച്ചപ്പെടുത്താമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഞങ്ങളൊന്ന് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് വന്നതുകൊണ്ട് ജമന്തി കൃഷി ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ കൃഷി ഓഫീസിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വിത്ത് ഇത്തവണ കിട്ടിയില്ല. അപ്പം അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് കൃഷി ഓഫീസർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവ്, 4 മക്കള്. ഭർത്താവിന്റെ പേര് ജോയി. മക്കള് 4 പേര്. 2 പേര് ഹോട്ടലില്, ഒരാൾ ഓട്ടോ ഓടിക്കുന്നു, ഒരാൾ ബിസിനസ്സായിട്ടാണ്. നിർമ്മല ചേച്ചിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും 3 മക്കളുമാണ് ഉള്ളത്. ഭർത്താവിൻ്റെ പേര് സാബു. 3 മക്കളാണ് എനിക്കുള്ളത്. അത് 2 ആൺമക്കളും 1 മോളുമാണ് എനിക്കുള്ളത്. ആൺമക്കളുടെ 2 പേരുടെ വിവാഹം കഴിഞ്ഞു. മോള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട് എവിടെയാണ്? സ്വന്തം വീട് കാളിയാറ്. അവിടുന്ന് ഇവിടെ വിവാഹം കഴിച്ചു വന്നതാണ്? ഇവിടെ വിവാഹം കഴിച്ചു വന്നതാണ്. പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? എത്ര വരെ പഠിച്ചു? കാളിയാർ സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് അടിമാലിൽ. ചേച്ചിയുടെ ചേലച്ചൂടാണ് എൻ്റെ വീട്. കത്തിപ്പാർത്തടം സ്കൂളിലാണ് പഠിച്ചത്. മുരിക്കാശ്ശേരി ഭാവനാത്മ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. എന്തായാലും സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ രണ്ടുപേരും? സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. അടിമാലി പഞ്ചായത്തിലെ അടിമാലി കൃഷിഭവനിലെ ഭാവന കൃഷിക്കൂട്ടം 8ാം വാർഡിലെ ഭാവന കൃഷിക്കൂട്ടത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയുമായ നിർമ്മല ചേച്ചിയും വത്സ ചേച്ചിയുമാണ് ഇത്ര നേരം അവരുടെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന ഭാവന കൃഷിക്കൂട്ടത്തിന്റെ സെക്രട്ടറി ശ്രീമതി വത്സ ജോയി, പ്രസിഡന്റ് ശ്രീമതി നിർമ്മല സാബു എന്നിവരുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മലയാളിയുടെ മനം കവർന്ന് റംബൂട്ടാൻ. കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ CS ജയചന്ദ്രൻ നായർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്.
പുതിയ വിളകൾ പരീക്ഷിക്കുന്നതിൽ ഉത്സുകരായ കേരളത്തിലെ കർഷകർ കണ്ടെത്തി വിജയകരമായി വളർത്തിയ മലേഷ്യൻ പഴമാണ് റംബൂട്ടാൻ. വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമാണിത്. ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന റംബൂട്ടാൻ കായകളുടെ വർണ്ണഭംഗിയാൽ നല്ലൊരു അലങ്കാര വൃക്ഷവുമാണ്. മധ്യ കേരളത്തിൽ പത്തനംതിട്ട, റാന്നി, കോഴഞ്ചേരി, കോട്ടയം, കോന്നി, അയിരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റംബൂട്ടാൻ കൃഷി വ്യാപകമായിരിക്കുന്നു. കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന മാംസള ഭാഗമാണ് ഭക്ഷ്യയോഗ്യം. ഇതിന് ഏറിൽ എന്നാണ് പറയുക. നല്ല മധുരവും പോഷകപ്രദവുമാണ് മാംസള ഭാഗം. അന്തരീക്ഷത്തിൽ ആർദ്രതയും ഊഷ്മളതയുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ റംബൂട്ടാൻ നന്നായി വളരും. സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 700 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണ്. ഏറ്റവും യോജിച്ച താപനില 23 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വർഷത്തിൽ 2000 മുതൽ 2800 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളുള്ളതിനാൽ കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ റംബൂട്ടാൻ കൃഷിക്ക് ഏറെ സാധ്യതയുണ്ട്. മണലും കളിമണ്ണും കലർന്ന മണ്ണാണ് യോജിച്ചത്. ധാരാളം ജൈവാംശവും വായുസഞ്ചാരവും നീർവാർച്ചയും വേണം. അമ്ലാംശവും ക്ഷാരാംശവും മിതമായിരിക്കണം. നടീൽ വസ്തു: റംബൂട്ടാനിൽ ആൺമരങ്ങളും പെൺമരങ്ങളും ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ച തൈകൾ നടുന്നത് അഭികാമ്യമല്ല. കൂടാതെ ഈ തൈകൾ കായ്ഫലം തരാൻ 8 മുതൽ 10 വരെ വർഷവും എടുക്കും. പെൺമരങ്ങളിൽ നിന്നും ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, പതിവയ്ക്കൽ തുടങ്ങിയ രീതികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ പെൺമരമായി വളരുമെന്ന് ഉറപ്പാക്കാം. 3 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ ഇവ കായ്ക്കും. പതിവയ്ക്കൽ: കായ്ച്ചു തുടങ്ങിയ പെൺമരങ്ങളുടെ ശാഖയിൽ പതിവെച്ച് തൈകൾ ഉണ്ടാക്കാം. പേരയിലും മറ്റും പതിവയ്ക്കുന്ന രീതി തന്നെ അവലംബിക്കാം. 1 വർഷം പ്രായമായ 1.25 സെന്റിമീറ്റർ വ്യാസമുള്ള ശാഖകളിലാണ് പതിവയ്ക്കേണ്ടത്. കായ് പറിച്ച് 4 മാസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പതിവയ്ക്കാവൂ. 3 മുതൽ 4 വരെ മാസത്തിനുള്ളിൽ പതികളിൽ വേണ്ടത്ര വേരുകളുണ്ടാകും. ഇവ വേർപെടുത്തി പോട്ടിംഗ് മിശ്രിതം, അതായത് ചാണകപ്പൊടി, മണൽ, കരമണ്ണ് എന്നിവ 1:1:1 എന്ന തോതിൽ കലർത്തിയുണ്ടാക്കുന്ന മിശ്രിതം നിറച്ച പോളിത്തീൻ സഞ്ചികളിൽ നട്ട് 1 മാസം ഭാഗികമായ തണലിൽ വെച്ച് പതിവായി നനയ്ക്കണം. പിന്നീട് കൂടുതൽ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റാം. ഇങ്ങനെ പാകപ്പെടുത്തിയ തൈകൾ പറമ്പിൽ നടാം. ബഡ്ഡിംഗ്: പാച്ച് ബഡ്ഡിംഗ്, ഷീൽഡ് ബഡ്ഡിംഗ്, ഫോൾക്കർഷ് ബഡ്ഡിംഗ് എന്നീ രീതികൾ അവലംബിക്കാം. വിത്തുപാകി മുളപ്പിച്ച് 1 വർഷം പ്രായമായ തൈകളിലാണ് ബഡ്ഡിംഗ് നടത്തുക. വിളവെടുപ്പിനു ശേഷം 4 മാസം കഴിഞ്ഞാണ് ബഡ്ഡുകൾ എടുക്കേണ്ടത്. ബഡ്ഡെടുക്കുന്ന ശാഖകളിലെ ഇലകൾ 2 ആഴ്ച മുമ്പ് തന്നെ 1/4 ഭാഗം നീക്കണം. മഴക്കാലമാണ് ബഡ്ഡിങ്ങിന് പറ്റിയ സമയം. ഗ്രാഫ്റ്റുകൾ: മാവിലും പ്ലാവിലും ചെയ്യുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രീതി റംബൂട്ടാനിലും ഫലപ്രദമാണ്. 1 വർഷം പ്രായമായ തൈകൾ സ്റ്റോക്ക് തൈ ആയി ഉപയോഗിക്കാം. നടീൽ: മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപോ വലിയ മഴ കഴിഞ്ഞോ തൈ നടാം. 1 മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ തയ്യാറാക്കി 25 കിലോഗ്രാം ജൈവവളം, 2 കിലോ എല്ലുപൊടി, മേൽമണ്ണ് എന്നിവ കലർത്തിയ മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. 1 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. തൈകൾക്ക് തണൽ നൽകണം. കുറ്റി നാട്ടി ചേർത്ത് കെട്ടുകയും വേണം. മണ്ണനങ്ങാതെ ക്രമമായി നനയ്ക്കുക. മണ്ണിന്റെ ഫലപുഷ്ടിക്കനുസരിച്ച് 2 മരങ്ങൾ തമ്മിൽ 10 മുതൽ 12 മീറ്റർ വരെ അകലം പാലിക്കണം. വേനൽക്കാലത്ത് 2-3 ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം. തടത്തിൽ പുതയിടണം. മഴയ്ക്ക് മുൻപായി 20 മുതൽ 25 സെന്റിമീറ്റർ ആഴത്തിൽ ഇടകിളച്ച് മണ്ണിളക്കണം. ഒരേ ഇനം തന്നെ നടാതെ തോട്ടത്തിൽ പല ഇനങ്ങൾ ഒരുമിച്ച് നടുന്നത് പരാഗണം ശരിയായി നടക്കാനും കായ് പിടിക്കാനും സഹായകമാണ്. ഫലവും വിളവെടുപ്പും: ഒട്ടുതൈകൾ 3 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ കായ്ക്കും. കായ് പാകമാകാൻ 3-3.5 മാസം വേണം. കായകൾക്ക് ഇനഭേദമനുസരിച്ച് ചുവപ്പോ മഞ്ഞയോ നിറമാകാം. പല സമയത്ത് കായകൾ വിളയുന്നതിനാൽ പാകമാകുന്ന ക്രമത്തിൽ അവ വിളവെടുക്കേണ്ടി വരും. പാകമാകാത്ത കായകൾ പറിച്ചാൽ നന്നാകില്ല. വവ്വാൽ, മരപ്പട്ടി, അണ്ണാൻ, എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായകൾ നശിപ്പിക്കാറുണ്ട്. പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായു സഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം. ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം. വിളവെടുപ്പിനോടൊപ്പം കൊമ്പുകോതലും നടത്താം. 10 മുതൽ 12 വരെ വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 25-30 കിലോ വിളവ് ലഭിക്കും. മറ്റു രാജ്യങ്ങളിൽ 60 കിലോയോ അതിലധികമോ വിളവ് ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് കേടാകുന്നതിനാൽ കായ് 4-5 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം. ശീതീകരിച്ചാൽ 2 ആഴ്ചയോളം കേടാകുകയില്ല. ശീതീകരണികളിൽ 10 ഡിഗ്രി സെൽഷ്യസ് താപനിലയും
95% ആർദ്രതയും വേണം. സസ്യസംരക്ഷണം. അടുത്ത കാലത്ത് മാത്രം കൃഷി തുടങ്ങിയതിനാൽ അധികം രോഗകീടബാധകൾ കാണാറില്ല. മാലത്തിയോൺ, ഇക്കാലക്സ് എന്നിവ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചാൽ ഒട്ടുമിക്ക പ്രാണികളെയും തുരത്താം. ജൈവരീതിയിൽ നിംബിഡിൻ, നിംബിസിഡിൻ തുടങ്ങിയ കീടനാശിനികൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പ്രയോഗിക്കാം. ഇലകളെയും കായ്കളെയും ബാധിക്കുന്ന പൗഡറി മിൽഡ്യൂ, ആന്ത്രാക്നോസ്, കായ് അഴുകൽ, കൊമ്പുണക്കം തുടങ്ങിയ രോഗങ്ങൾക്ക് ബോർഡോ മിശ്രിതം, മാൻകോസെബ് തുടങ്ങിയ കുമിൾ നാശിനികൾ പ്രയോഗിക്കാം. രോഗകീടബാധ കണ്ടാൽ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതാകും ഉചിതം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻപ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.